മാൻ യുണൈറ്റഡ് അടുത്ത ചാമ്പ്യൻസ് ലീഗ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൽ മുന്നിൽ നയിച്ചത് ഓഫ്കോഴ്സ് യുണൈറ്റഡിന്റെ ആ പഴയ താരം മൈക്കിൾ കാരിക് തന്നെയാണ്. അദ്ദേഹം മാത്രമാണോ യുണൈറ്റഡിന്റെ ഈ വിജയങ്ങളിലും ഈ നേട്ടങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചത്? ദർ ഈസ് വൺ പേഴ്സൺ ഓൾസോ ഹിയർ. ഹിസ് നെയിം ഈസ് ബ്രൂണോ ഫെർണാണ്ടസ്. അൺറേറ്റഡ് താരമാണ്. അദ്ദേഹത്തെ പറ്റി ആരും അങ്ങനെ പറഞ്ഞു കേൾക്കില്ല. മേ ബി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം. ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും റഫറിയോട് ഒന്ന് ആർഗ്യൂ ചെയ്യുന്ന, കളിക്കളത്തിൽ പരാതികൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ന് പോലും തോന്നിപ്പോകും. പക്ഷേ ആസ് എ പ്ലെയർ അപാര ക്രിയേറ്റീവ് താരമാണ്. സ്പോർട്ടിംഗ് സിപിയിൽ നിന്നും യുണൈറ്റഡിൽ എത്തിയ സീസൺ മുതൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സുകൾ പരിശോധിച്ച് നോക്കുക. ഹി വാസ് എക്സലന്റ്. ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ പലപ്പോഴും യുണൈറ്റഡിന് തകർച്ച നേരിടുന്നുണ്ട്, പലരാലും നയിക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ അയാൾ പെർഫോം ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. ഈ സീസണിലും ഒരു റെക്കോർഡിന് അരികിലാണ് അയാൾ. പ്രീമിയർ ലീഗിലെ മോസ്റ്റ് അസിസ്റ്റിന്റെ സിംഗിൾ സീസൺ ഇപ്പോഴും തകർക്കപ്പെട്ടിട്ടില്ല. 2002-03 സീസണിലെ തിയറി ഹെൻറിയും 19-20 കെവിൻ ഡിബ്രോയിനെയും 20 അസിസ്റ്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 19 അസിസ്റ്റുമായി തൊട്ടുപിന്നിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ അടക്കം സോഫാർ ഗംഭീര പ്രകടനമാണ് ബ്രൂണോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. ഈ കാലയളവിൽ പല മാനേജർമാർക്ക് കീഴിലും ബ്രൂണോ കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ബ്രൂണോ ഗോളടിക്കുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അസിസ്റ്റുകൾ നൽകുന്നു. മാൻ യുണൈറ്റഡിന്റെ ഒരു മത്സരം നമ്മൾ വീക്ഷിക്കുമ്പോൾ ബ്രൂണോ ആ മാച്ചിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് കളിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. യുണൈറ്റഡിന്റെ എല്ലാ മത്സരത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. 100% ഇട്ട് കളിക്കുന്ന അപാര വർക്ക് റേറ്റ് ഉള്ള താരമാണ് ബ്രൂണോ ഫെർണാണ്ടസ്. എന്നിട്ടും വേണ്ടത്ര പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. കേവലം ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. ഡിഫൻസിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അദ്ദേഹത്തിന്റെ ട്രാക്ക് ബാക്കുകൾ, പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ബ്രൂണോയുടെ ഒരു മത്സരം കാണുമ്പോൾ ക്ഷീണം എന്നൊരു സാധനം ഉണ്ട് എന്ന് പോലും തോന്നില്ല. അത്രയും മികച്ച രീതിയിൽ അപ്പ് ആൻഡ് ഡൗൺ പെർഫോമൻസ് ആണ് ബ്രൂണോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. മേ ബി ബാർസലോണയിലോ റയൽ മാഡ്രിഡിലോ ആണ് അദ്ദേഹം ചെന്നെത്തുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് എവിടെ എത്തിയേനെ അദ്ദേഹം. നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച അൺറേറ്റഡ് താരങ്ങളിൽ ഒരാളാണ് ബ്രൂണോ ഫെർണാണ്ടസ്. നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം EPL 140 ഗോൾ കോൺട്രിബ്യൂഷനുമായി ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ബ്രൂണോ. ഇനി 2 മത്സരങ്ങളാണ് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിനുള്ളത്. അതിൽ 1-2 അസിസ്റ്റ് ബ്രൂണോക്ക് നേടാൻ സാധിച്ചാൽ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയ താരമായി അദ്ദേഹം മാറും. ഓൾറെഡി അദ്ദേഹം യുണൈറ്റഡിലെ റെക്കോർഡുകൾ തകർത്തിട്ടുണ്ട്. പ്രീമിയർ ലീഗിലെ ആ റെക്കോർഡാണ് അയാൾക്ക് മുമ്പിൽ ഈ നിൽക്കുന്നത്. അയാളുടെ മെന്റാലിറ്റി, ബാഡ്ജിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു താരം. ബ്രൂണോ ഇല്ലാത്ത ഒരു യുണൈറ്റഡിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രത്തോളം ടീമിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന താരമാണ് ബ്രൂണോ ഫെർണാണ്ടസ്.